ആകാശഗംഗയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസം മകരക്കൂറിൽ വരുന്ന ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. മകരക്കൂറുകാർക്ക് ഏഴര ശനിയുടെ അവസാന ഭാഗമൊക്കെ കഴിഞ്ഞ് ശനിദോഷമൊക്കെ മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ മാസമാണ്. ഈ മാസം മുതൽ ശനിയുടെ ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നിരിക്കണം. ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവും ഇനിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത്രയും നാളും നിങ്ങൾക്കുണ്ടായ ജോലിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത്, അതുപോലെ ചെറിയ ചെറിയ അപകടങ്ങളെ, പരിക്കുകളെ, അതുപോലെ പലർക്കും കുടുംബത്തെ സ്വസ്ഥതയില്ലായ്മ, ആകപ്പാടെ എല്ലാം ഉണ്ടെങ്കിലും ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥകളൊക്കെ പലർക്കും ഉണ്ടാകണം. അതെല്ലാം മാറി ശാന്തി, സമാധാനം, സ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. ജാതകത്തിൽ 6, 8, 12 ഭാവാധിപന്മാരുടെ ദശയൊക്കെ നടക്കുന്നവരെ, അതുപോലെ ജാതകത്തിൽ വ്യാഴവും ശനിയും ഒക്കെ മോശമായിട്ടുള്ള അവസ്ഥയിലൊക്കെ നിൽക്കുന്നവരെ, ഇവർക്കൊക്കെ വളരെയധികം കഷ്ടപ്പാടുകൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ടായിരിക്കണം. ഏഴര ശനിയൊക്കെ അവസാനിക്കുന്നതോടെ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറയുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ജാതകത്തിൽ 6, 8, 12 ഭാവാധിപന്മാരുടെ ദശ നടക്കുന്നവരെ, അതുപോലെ ശനിയും വ്യാഴവുമൊക്കെ മോശം അവസ്ഥയിലൊക്കെ നിൽക്കുന്നവർ ഇപ്പോഴേ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ശനിക്കും വ്യാഴത്തിനുമൊക്കെ വേണ്ടി എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അതിനാൽ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. ഏപ്രിൽ മാസത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. ആരോഗ്യം വളരെയധികം മുഖ്യമായ ഒരു കാര്യമാണ്. രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് എല്ലാ സന്തോഷവും, അതുപോലെ ജോലിയൊക്കെ ചെയ്യാനുള്ള എനർജിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഏപ്രിൽ മാസം നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ടൊക്കെ ഗുണകരമായ മാസമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പലവിധ രോഗങ്ങളെ, അലർജി സംബന്ധമായ പ്രശ്നങ്ങളെ, അതുപോലെ പല്ല് സംബന്ധമായ പ്രശ്നങ്ങളെ, കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങളെ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതെല്ലാം ഈ ഏപ്രിൽ മാസത്തോടെ മാറുന്നതാണ്. അതുപോലെ ഏപ്രിൽ മാസം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ദേഷ്യം അല്പം നിയന്ത്രിക്കേണ്ടതാണ്. കാരണം ദേഷ്യം മൂലം പ്രഷറൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അനാവശ്യമായ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ചെന്ന് തലയിട്ട് ആ പ്രശ്നമൊക്കെ സ്വന്തം ചുമലിലൊക്കെ വലിച്ചു വെച്ച് ആ പ്രശ്നത്തിൻ്റെ തലവേദന ഒക്കെ ഉണ്ടാകാതെയും ഈ മാസം ശ്രദ്ധിക്കേണ്ടതാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകത്തില്ല. ഇനി തൊഴിൽ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. തൊഴിലിലൊക്കെ ഏപ്രിൽ മാസം വളരെയധികം നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ നിന്നുള്ള വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മേലധികാരിയോ അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കളോ ഒക്കെ നിങ്ങൾക്ക് എതിരായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നിരിക്കണം. അതൊക്കെ മാറി ഈ മാസം അവരൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നതാണ്. അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ പലർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ആ പ്രശ്നങ്ങളൊക്കെ ഒരു രമ്യതയിലെത്താനും ഈ മാസം കഴിയുന്നതാണ്. അതുപോലെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നവരെ, പുതിയ ജോലിയൊക്കെ തേടുന്നവർക്കൊക്കെ ധാരാളം അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്നതാണ്. ഗവൺമെൻറ് സെക്ടറുകളിലൊക്കെ ജോലിക്കായിട്ട് കാത്തിരുന്നവർക്ക്, അതുപോലെ PSC ഒക്കെ എഴുതിയിട്ട് അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ വരാൻ കാത്തിരുന്നവരെ, അവർക്കൊക്കെ ഈ മാസം അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിക്കാനും സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥലത്ത് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാൽ അനാവശ്യമായിട്ട് അവരുടെ കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടാൻ നിൽക്കരുത്. അതുപോലെ രാഷ്ട്രീയമായ ഇടപെടലുകളൊക്കെ തൊഴിൽ സ്ഥലത്ത് നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഏപ്രിൽ മാസത്തിൽ
നിങ്ങൾക്ക് ജോലിയിൽ അനുകൂലമായ സ്ഥാനമാറ്റം, അതുപോലെ അനുകൂലമായ സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം അതൊക്കെ ഉണ്ടാകാം. അതുപോലെ വളരെ കാലമായിട്ടൊക്കെ ഇൻക്രിമെൻറ്റുകളൊക്കെ ലഭിക്കാനായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഇൻക്രിമെൻറ്റുകളൊക്കെ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ട് ധാരാളം യാത്രകളും ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സുകാർക്കും നല്ല അനുകൂലമായ സമയമാണ്. ബിസിനസ്സൊക്കെ ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം എഫേർട്ടുകളൊക്കെ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നതാണ്. നിങ്ങൾ നടത്തുന്ന ആ എഫേർട്ടുകളൊക്കെ ഫലവത്താക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ ബിസിനസ്സിൻ്റെയൊക്കെ ഉയർച്ചയ്ക്കായിട്ട് ധാരാളം യാത്രകളൊക്കെ നടത്തേണ്ടതായി വരുന്നതാണ്. സാമ്പത്തികമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടും വളരെ അനുകൂലമായ സമയമാണ്. ദിവസവരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ദിവസവരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ ഭൂമി സംബന്ധമായിട്ട് ലാഭമുണ്ടാകുന്നതാണ്. ഭൂമിയുടെ ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലൊക്കെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കൃഷിക്കാർക്ക് കൃഷിയിൽ നിന്നൊക്കെയുള്ള വരുമാനവും വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം. നിങ്ങളുടെ സാമ്പത്തിക നിലയൊക്കെ തകർന്നിരിക്കുകയാണെങ്കിൽ ആ സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടുത്താൻ ഏപ്രിൽ മാസത്തിൽ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടൊക്കെ നല്ല അനുകൂലമായ കാലമാണ്. പഠനത്തിലൊക്കെ നല്ലവണ്ണം ശ്രദ്ധ പുലർത്താൻ പറ്റുന്നതാണ്. എക്സാമൊക്കെ ഇപ്പോൾ നടക്കുന്നവർക്കാണെങ്കിൽ വളരെ നല്ല രീതിയിലൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. പുതിയ കോഴ്സിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ധാരാളം അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ മാറ്റം വരുത്തുന്നതിനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ പഠിക്കുന്ന സ്ഥലം മാറി വേറൊരു സ്ഥലത്തൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതൊക്കെ നടന്നു കിട്ടുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെയൊക്കെ ഉപദേശം കേട്ട് തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്താൽ അത് അത്ര നന്നാകില്ല. അതുപോലെ അവരുടെ അഭിപ്രായമൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനുകളും ഉണ്ടായേക്കാം. ഏത് കാര്യത്തിനും തീരുമാനമെടുക്കുമ്പോൾ സ്വയം തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഈ ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങൾ മൂലം അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യത്തിൻ്റെ ഒക്കെ കാരണത്താൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ പരസ്പരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ശരിയാകുന്നതിനുള്ള സാധ്യതകളുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം പഴയ വാക്കുകളോ അല്ലെങ്കിൽ പഴയ സംഭവങ്ങളോ ഒന്നും വീണ്ടും എടുത്തിടാതിരുന്നാൽ മതി. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ റിലേഷനൊക്കെ നല്ലതായിട്ട് പോകുന്നതാണ്. ഇനി വൈവാഹിക ജീവിതം നോക്കിയാൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ക്ഷമയുടെയൊക്കെ കുറവ് മൂലം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളാലും ഒക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. രണ്ടുപേരുടെയും മൂഡൊക്കെ ചേഞ്ച് ആയിരിക്കുമ്പോഴായിരിക്കും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. കുടുംബവും ഒന്നിച്ചൊക്കെ യാത്രകളൊക്കെ ചെയ്യുന്നതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഭാഗ്യത്തിൻ്റെയൊക്കെ ആനുകൂല്യം ധാരാളം ലഭിക്കുന്ന ഒരു മാസമാണ്. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താനും അതുപോലെ പുതിയ കാര്യങ്ങളൊക്കെ നടത്താനും പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനും ഒക്കെ നല്ല സമയം തന്നെയാണ്. ഏപ്രിൽ മാസത്തിൽ കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കാൻ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുക. അതുപോലെ ശനീശ്വരനെ എള്ളുതിരി വഴിപാട് കഴിക്കുന്നതൊക്കെ ശനിദോഷം മാറുന്നതിന് നല്ലതാണ്. അതുപോലെ ജാതകത്തിലൊക്കെ വ്യാഴമൊക്കെ ദോഷസ്ഥാനത്തുള്ളവരാണെങ്കിൽ ദിവസവും പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രദർശനം നടത്താൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ നടത്തുക. അതുപോലെ നിങ്ങളുടെ പക്കപ്പിറന്നാൾ മാസത്തിൽ വരുമ്പോൾ ആ പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുന്നത് വളരെയധികം ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.